ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. നമ്മുടെ സാന്റ വില്ലേജിലേക്ക് സ്വാഗതം. നമ്മുടെ മാജിക്കൽ സാന്റ ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ആണല്ലേ, ഞാൻ ആ കമന്റ് നോക്കായിരുന്നു. അവിടേക്ക് ഒരു ടൂർ വന്നാലോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ കണ്ടു. അത്രയും രസകരമായിട്ടുണ്ട് ആ സെറ്റ് എന്നുള്ളതാണ്. നമ്മുടെ മിഠായി തെരുവാണല്ലോ നമ്മുടെ സ്ഥിരം ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഏത് ആഘോഷമായാലും മിഠായി തെരുവിലേക്ക് വന്ന് ഷോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖമാവില്ല. അപ്പൊ നമ്മുടെ സാന്റയ്ക്കുള്ള എന്തെങ്കിലും ഐറ്റം ദീപക് അവിടെ കണ്ടുവച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ അല്പം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ നോക്കുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മിഠായി തെരുവിലൊക്കെ പൊതുവേ ഇത്തരം ആഘോഷ ദിനങ്ങൾ വരുമ്പോൾ വലിയ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പം സുജയും മറ്റൊരു സാന്റി അവിടെ നിൽക്കുന്നത് പോലെ മഞ്ഞൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ആൾക്കൂട്ടവും ബഹളവും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നടന്നു നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ഹലുവക്കട കണ്ടത്. ആ ഹലുവക്കടയുടെ മുന്നിൽ തന്നെ ഒരു സാന്റയും കണ്ടു. സാന്റ പലരോടും കൈവീശി കാണിക്കുന്നത്. ഇത് കച്ചവട തന്ത്രമാണെങ്കിൽ പോലും സാന്റ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിലൂടെ നൈസായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ എന്താ പറയുക, മധുരം വാങ്ങിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കുകൾ ആ നിലയ്ക്ക് കാണുന്നുണ്ട്. ചേട്ടാ, ക്രിസ്മസിന്റെ തിരക്കൊക്കെ ഉണ്ടോ? ക്രിസ്മസിന്റെ സ്കൂൾ ഫുഡിലെ ചെറിയൊരു തിരക്കുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മളെല്ലാം കൊല്ലം നടത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പിനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ കേക്ക് മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളും പാടി വേണം. പിന്നെ ഹലുവ നോക്കാം. വേറെ ഹലുവ ഇപ്പൊ വേണ്ട, കേക്ക് അവിടെ. അപ്പോൾ അവർ ആ കേക്ക് മുറിയിലേക്കൊക്കെ കടക്കുകയാണ്. നമുക്ക് മറ്റാളുകളെ കൂടി റിയാക്ഷൻ കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുക്കാമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഈ ഒരു മിഠായി തെരുവിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. അതിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പർച്ചേസ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഇത്തരം ആഘോഷങ്ങൾ വരുന്ന ഘട്ടത്തിൽ അത് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തിയിട്ടുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ ഈ ക്രിസ്മസിന്റെ ഭാഗമായിട്ടൊക്കെ എത്തിയതാണോ? അതേമാതിരിക്ക് വന്നതാണ്. ലീവായപ്പോൾ സ്കൂളൊക്കെ ലീവായില്ലേ, അപ്പൊ അതിന്റെ ഇതിനായിട്ട്. ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും. അടിപൊളിയാ, സൂപ്പർ ആയിട്ടുണ്ടോ? ആരൊക്കെ കണ്ടു? സാന്റനെയൊക്കെ കണ്ടോ ഇവിടെ? കണ്ടോ? എങ്ങനെയുണ്ട് ആഘോഷം? അടിപൊളി. സ്കൂള് പൂട്ടിയതിന്റെ ഒരു ആവേശം കാണാനുണ്ടല്ലോ. അങ്ങനെ സുജയ, സ്കൂൾ പൂട്ടിയതിന്റെ ആവേശം ഒപ്പം തന്നെ അതിന്റെ ആഹ്ലാദമൊക്കെ നമുക്ക് ഇവിടെ ഒന്നടങ്കം കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധിയായ ആളുകൾ ആ മേഖലയിലേക്കൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ സാന്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര കണ്ട് മലബാറിന്റെ ഒരു സ്വഭാവം അറിയാലോ. പൊതുവേ ഈ പെരുന്നാൾ, അതുപോലെ തന്നെ ഓണം, വിഷു ഒക്കെ ആഘോഷങ്ങളാണ് പൊതുവെ മലബാറിലേക്ക് അത്ര കണ്ട് സ്ഥലത്തേക്ക് ഞാനൊന്ന് പോവുകയാണ്. ദീപക് മലയമ്മ, നമ്മുടെ സാന്റയ്ക്ക് എന്തായാലും എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചേ പറ്റൂ. സാന്റയ്ക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. സാന്റ എന്റെ ഉടുപ്പ് കണ്ടപ്പോൾ തൊട്ട് ഇത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.